ഹായ് സുഹൃത്തുക്കളെ, മലബാർ സഫാരിയുടെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് പരപ്പനങ്ങാടി ഒരു പഴയ കൊട്ടാരം കാണാനാണ്. ആ കൊട്ടാരത്തിൻ്റെ വിശേഷങ്ങളിലേക്കാണ് നിങ്ങളെ ഇന്ന് ഞാൻ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇതാണ് എൻ്റെ ഈ പിറകിൽ കാണുന്നതാണ് ആ കൊട്ടാരം. പരപ്പനങ്ങാടി മലപ്പുറം ജില്ലയിലെ ഒരു കടലോര ഗ്രാമമാണ് പരപ്പനങ്ങാടി. മലബാറിൻ്റെ ചരിത്രമെടുക്കുമ്പോൾ ഒട്ടും ചെറുതല്ലാത്ത ഒരു ഭാഗം പരപ്പനങ്ങാടിക്കും അവകാശപ്പെട്ടതാണ്. കാലത്തിൻ്റെ ഒഴുക്കിൽ ഇല്ലാതായിപ്പോയ ഒരു രാജവംശത്തിൻ്റെ ചരിത്രമിതാ ഇവിടെ കാട് മൂടിക്കിടക്കുന്നു. മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടിയിൽ പണ്ട് നിലനിന്നിരുന്ന പരപ്പനാട് രാജവംശത്തിൻ്റെ തിരുശേഷിപ്പിത കല്ലായ്പ്പുഴ മുതൽ പൂരപ്പുഴ വരെ നീണ്ട വലിയ ഭൂപ്രദേശം ഭരിച്ചിരുന്ന പരപ്പനാട് രാജവംശത്തിൻ്റെ കഥയറിയാൻ ഈ കോവിലത്തേക്കൊരു യാത്ര പോവാം. അതിനു മുമ്പ് മലബാർ സഫാരി ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കണും കൂടി ഒന്ന് ഓണാക്കി വെച്ചാൽ നമ്മളിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുന്നതാണ്. ചരിത്രത്തിൻ്റെ കാലങ്ങളെ അടയാളപ്പെടുത്തേണ്ടി വരുമ്പോൾ രാജവംശങ്ങളെയും അധികാര കേന്ദ്രങ്ങളെയും ചികഞ്ഞെടുക്കേണ്ടി വരും. പരപ്പനങ്ങാടിക്കും സ്വന്തമായി ഒരു രാജാവുമൊക്കെ ഉണ്ടായിരുന്നു. പരപ്പനാട് എന്ന പേരിൽ പ്രശസ്തമായ ആ നാട്ടുരാജ്യത്തിൻ്റെ ചരിത്രം തേടിയാണ് ഈ യാത്ര. പരപ്പനാട് രാജവംശത്തിൻ്റെ കോവിലകം നിൽക്കുന്ന നെടുവയിലാണ് ആ യാത്ര ചെന്നെത്തിയത്. പരപ്പനങ്ങാടി ബസ് സ്റ്റാൻഡിൽ നിന്നും പല വഴിക്കും ഇവിടേക്ക് എത്തിച്ചേരാൻ കഴിയും. കോവിലകം പൂർണ്ണമായും നശിച്ചു തുടങ്ങിയെങ്കിലും പടിപ്പുര മാളികയും പത്തായിപ്പുഴയുമാണ് ഇപ്പോൾ കുറച്ചെങ്കിലും അവശേഷിക്കുന്നത്. തമ്പുരാട്ടി കോവിലകം എന്നാണ് പൊതുവെ ഇത് അറിയപ്പെടുന്നത്. പടിപ്പുരക്ക് തൊട്ടു പിന്നിലായി ഒരു ചെറിയ കിണറും കാണാം. അടുക്കളയിൽ നിന്ന് നേരിട്ട് വെള്ളം കോരാനുള്ള നിലയിലാണ് ഇതിൻ്റെ സ്ഥാനം. സമീപത്തായി മറ്റു ചില കോവിലകങ്ങൾ കൂടി പരപ്പനാട് രാജവംശത്തിൻ്റെതായി ഉണ്ടായിരുന്നെങ്കിലും അവയെല്ലാം പൊളിച്ചുപോയി. പടിപ്പുര മാളികയാണിത്. ഒരു പടിപ്പുരയും അതിനോട് ചേർന്ന മാളികയും പഴയകാല കോവിലങ്ങളിൽ പൊതുവെ കാണാറുള്ളതാണ്. സ്ത്രീകൾ താമസിച്ചിരുന്നത് കൊണ്ടാവാം തമ്പുരാട്ടി കോവിലം എന്ന പേര് വന്നത്. കെട്ടിടത്തിനുള്ളിൽ വളരെ പഴയ മര ഉരുപ്പടികളും ഭരണികളും ഫർണിച്ചറുകളും എല്ലാം ഉണ്ടെങ്കിലും ഇപ്പോൾ ഇതൊന്നും ഇവിടെ കാണുന്നില്ല. അതൊരു മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ടുണ്ട്. വളരെ കാലം ഈ കെട്ടിടത്തിൽ താമസം ഉണ്ടായിരുന്നത് കാരണം പല തവണ ഇത് പുതുക്കി പണിതിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഉള്ളിലെ കാഴ്ച കാണുന്നതിനൊപ്പം പരപ്പനാട് രാജ്യത്തിനെ കുറിച്ചു കൂടി ഒരല്പം മനസ്സിലാക്കാം. വളരെ ഇരുട്ട് നിറഞ്ഞതും ഭയപ്പെടുത്തുന്നതുമായിരുന്നു ഈ മുറിയിലേക്കുള്ള പ്രവേശനം. മലബാറിൻ്റെ സാമൂഹിക രാഷ്ട്രീയ മാറ്റങ്ങൾക്കൊപ്പം പരപ്പനാട്ടിലും അധികാരം മാറിമറിഞ്ഞിരുന്നു. പിന്നീട് ചേരമാൻ പെരുമാൾ ഭരണത്തിന് ശേഷം സ്വരൂപങ്ങൾ ഉടലെടുത്തു തുടങ്ങിയപ്പോഴാണ് പരപ്പനാടിന് സ്വതന്ത്ര പദവി കൈവന്നത്. വലിയ രാജ്യമായിരുന്നു പരപ്പനാട്. ഇന്ന് മലപ്പുറം ജില്ലയിലെ പരപ്പനങ്ങാടി, വള്ളിക്കുന്ന്, തേഞ്ഞിപ്പലം, ചേലേമ്പ്ര, കോഴിക്കോട് ജില്ലയിലെ കടലുണ്ടി, വേപ്പൂർ, മണ്ണൂർ, പന്നിയങ്കര, ചെറുവണ്ണൂർ എന്നീ പ്രദേശങ്ങളെല്ലാം ഉൾപ്പെട്ടതായിരുന്നു പരപ്പനാട്. വിദേശികൾ പോലും കച്ചവടം ചെയ്യാനെത്തുന്ന കടലുണ്ടി, വേപ്പൂർ പോലുള്ള തുറമുഖങ്ങളുടെ സാന്നിധ്യം ഈ രാജ്യത്തെ വളരെയേറെ ശ്രദ്ധേയമാക്കി. പ്രാചീന രേഖകളിൽ തുർങ്ങീസ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന തുറമുഖം കടലുണ്ടി എന്നാണെന്നാണ് സൂചനകൾ. വള്ളിക്കുന്നുള്ള മേക്കേട്ടയിലായിരുന്നു പരപ്പനാട് രാജവംശത്തിൻ്റെ ആസ്ഥാനം. എന്നാൽ ഇവിടെ ദേവീ സാന്നിധ്യം ഉണ്ടെന്ന കാരണത്താൽ അവിടം ആരാധനക്കായി മാറ്റിവെക്കുകയും ഇവിടെ നെടുവയിൽ പുതിയ കോവിലകം നിർമ്മിക്കുകയുമാണ് ഉണ്ടായത്. പുതിയ കോവിലകം എന്ന് തന്നെയാണ് കോവിലകം അറിയപ്പെട്ടിരുന്നത്. സാമൂതിരിയുടെ മേൽക്കോയ്മ അംഗീകരിച്ചവരായിരുന്നു പരപ്പനാട് രാജാക്കന്മാർ. പോർച്ചുഗീസുകാർക്കെതിരെയുള്ള യുദ്ധത്തിന് സാമൂതിരിയുടെ സേനയ്ക്കൊപ്പം പരപ്പനാട് രാജവംശത്തിലെ നായർ പടയും പങ്കെടുത്തതായി വില്യം ലേക്കർ തയ്യാറാക്കിയ മലബാർ മാനുവലിൽ പറയുന്നുണ്ട്. വംശത്തിൽ അംഗസംഖ്യ വർദ്ധിച്ചതോടെ വിവിധ താഴ്വകൾക്ക് വേണ്ടി പ്രത്യേകം കോവിലകങ്ങൾ നിർമ്മിച്ചു. കർത്തനാട് കോവിലകം കുറുമ്പനാട്ടിലും കരിപ്പ കോവിലകം വേപ്പൂരിലും
തട്ടാതിരി കോവിലകം വള്ളിക്കുന്നിലും പണി കഴിപ്പിച്ചു. ഒരു താഴ്വഴി നെടുവയിലെ വലിയ പുതിയ കോവിലകത്ത് തന്നെ തുടർന്നു. കോവിലകത്തിന് ഒരുപാട് കാലം പഴക്കമുണ്ടെങ്കിലും ഇവിടെ പുതുതലമുറ വസിച്ചതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഇവിടെ കാണുന്നുണ്ട്. താഴെ കാർപ്പറ്റ് വിരിച്ചതൊക്കെ ഇവിടെ കാണാൻ സാധിച്ചു. മേൽക്കൂര പൂർണ്ണമായും നശിച്ചതുകൊണ്ടാവാം ഇത്ര ദൃഢമായ മച്ചൊക്കെ ഇടിഞ്ഞു വീണിട്ടുണ്ട്. പുരാതന കേരളത്തിൽ പലയിടങ്ങളിൽ നിലനിന്നതുപോലെ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ഭരണവ്യവസ്ഥയായിരുന്നു പരപ്പനാടിനും ഉണ്ടായിരുന്നത്. 5 ശിവക്ഷേത്രങ്ങളെ കേന്ദ്രമാക്കി തറക്കൂട്ടങ്ങൾ രൂപവൽക്കരിച്ചിരുന്നു. വള്ളിക്കുന്നിലെ തേക്കിൻ ശിവക്ഷേത്രം, കടലുണ്ടിയിലെ മണ്ണൂർ ശിവക്ഷേത്രം, ചേളാരിക്കടുത്തുള്ള പാപ്പന്നൂർ ശിവക്ഷേത്രം, ചേലേമ്പ്രയിലെ എളന്നുമ്മൽ ക്ഷേത്രം, കാക്കഞ്ചേരിക്കടുത്തുള്ള വെണ്ണായൂർ ശിവക്ഷേത്രം എന്നിവയായിരുന്നു തറക്കൂട്ടങ്ങൾ രൂപീകരിച്ചിരുന്ന ആ 5 ക്ഷേത്രങ്ങൾ. ഈ ക്ഷേത്രങ്ങളുടെ സ്ഥാനം പരിശോധിക്കുമ്പോൾ തന്നെ പരപ്പനാട് നാട്ടുരാജ്യത്തിൻ്റെ വിശാലത ഏകദേശം ബോധ്യപ്പെടും. പപ്പുകോവിൽ എന്ന പേരിലാണ് ബ്രിട്ടീഷ് രേഖകളിൽ പലയിടത്തും പരപ്പനാട് രാജ്യം അറിയപ്പെടുന്നത്. 1425 പരപ്പനാട് രാജ്യം 2ആയി വിഭജിക്കപ്പെട്ടു. തെക്കൻ പരപ്പനാടും വടക്കൻ പരപ്പനാടും. നെടുവയിൽ ആസ്ഥാനമായുള്ള തെക്കൻ പരപ്പനാടിലാണ് പരപ്പനങ്ങാടി, കടലുണ്ടി, വള്ളിക്കുന്ന്, ചേലേമ്പ്ര, തേഞ്ഞിപ്പലം എന്നീ പ്രദേശങ്ങൾ ഉൾപ്പെട്ടിരുന്നത്. വടക്കൻ പരപ്പനാട് വേപ്പൂരിലുള്ള കരിപ്പാക്കോവിലകം ആസ്ഥാനമാക്കി. പരപ്പനാട്ടിലെ താഴ്വഴികൾ തമ്മിൽ യോജിപ്പില്ലായ്മ പ്രകടമായിരുന്നു. ക്ഷേത്രങ്ങളുടെ അവകാശങ്ങളെ ചൊല്ലി തർക്കങ്ങൾ പതിവായി. അവസാനം ക്ഷേത്രങ്ങൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ഏൽപ്പിക്കേണ്ടി വന്നു. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ക്ഷേത്രഭരണം വർഷങ്ങളോളം നടത്തി. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഭരണം അവസാനിപ്പിക്കുകയും ബ്രിട്ടീഷ് രാജ്ഞിയെ ഭരണം ഏറ്റെടുക്കുകയും ചെയ്തതോടെ ക്ഷേത്രങ്ങളുടെ ചുമതല സാമൂതിരിക്ക് നൽകി. പരപ്പനാട്ടിലെ പല ക്ഷേത്രങ്ങളുടെയും ഉടമസ്ഥാവകാശം സാമൂതിരിയുടെ കൈവശമെത്തിയത് ഇങ്ങനെയാണ്. കോവിലകത്തിൻ്റെ ഭാഗങ്ങൾ പല തവണ പുതുക്കിപ്പണുകയും കൂട്ടിച്ചേർക്കുകയുമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകും. കോവിലകത്തിനുള്ളിലെ കാഴ്ചകൾ ആരെയും വിസ്മയിപ്പിക്കപ്പെടുന്ന ഒരു കാഴ്ച തന്നെയാണ്. ആൾവാസം ഇല്ലാത്തതുകൊണ്ട് തന്നെ വവ്വാലുകളും നരിച്ചീറുകളും യഥേഷ്ടം വാസയോഗ്യമാക്കി ഇടം പിടിച്ചിട്ടുണ്ട്. പുരാതന നിർമ്മിതികൾ ഭൂരിഭാഗവും എടുത്തു പരിശോധിക്കുമ്പോൾ കെട്ടിടത്തിൻ്റെ മുൻവശങ്ങളായാണ് കിണറിൻ്റെ സ്ഥാനം പൊതുവെ കാണാറുള്ളത്. കോവിലകത്തിൻ്റെ മുകളിലത്തെ നിലയിലേക്കുള്ള കോവണിയാണിത്. ഇതിൻ്റെ കൈവരിയിലെ ഡിസൈൻ എടുത്തു പറയേണ്ട ഒന്നു തന്നെയാണ്. ഇപ്പോൾ ഈ കോവിലകം പരപ്പനാട് രാജവംശത്തിൽപ്പെട്ടവരുടെ കൈവശമല്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഒരു കാലത്ത് വളരെയധികം പ്രൗഢിയോടെ തലയുയർത്തി നിന്നിരുന്ന ഈ കെട്ടിടം സംരക്ഷിക്കപ്പെടാതെയും ജീർണിച്ച അവസ്ഥയിലും കിടക്കുന്നത് കാണുമ്പോൾ വളരെ വിഷമം തോന്നുന്നു. മലബാറിൻ്റെ ചരിത്ര താളുകളിൽ ഇടം പിടിച്ച ഈ നിർമ്മിതി ഇപ്പോഴും ഇങ്ങനെ സംരക്ഷിക്കപ്പെടാതെ കിടക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. കോവിലകം നൽകിയ ഭൂമിയിൽ പരപ്പനങ്ങാടി എഡ്യൂക്കേഷൻ സൊസൈറ്റി നടത്തുന്ന പരപ്പനാട് കോവിലകം ഹയർ സെക്കൻഡറി സ്കൂൾ മാത്രമാണ് കോവിലകത്തിൻ്റെ സ്മരണ നിലനിർത്താൻ ആ പേരിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. പടിപ്പുര മാളികയുടെ മുൻവശമാണ് ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്നത്. കേരളത്തിലെ തനത് നിർമ്മാണ ശൈലി വിളിച്ചോതുന്ന ഒരു കെട്ടിടം തന്നെയാണ് ഈ പടിപ്പുര മാളികയും ഈ പത്തായപ്പുരയും. 2 കെട്ടിടങ്ങളും മുഖാമുഖം തിരിഞ്ഞു നിൽക്കുന്ന പോലെയാണ് ഇതിൻ്റെ നിർമ്മിതി. പുരാതനമായ ഒരു നിർമ്മിതി ഇവിടെ കാണാനിടയായി. അരക്കല്ലാണ് ഈ കാണുന്നത്. അസാധാരണമായ ഒരു വലിപ്പം തോന്നി ഈ അരക്കല്ലിന്. പടിപ്പുര മാളികയുടെ മുൻവശത്തെ വാതിലിന് ഇപ്പോഴും ഒരു കേടുപാടുകളും സംഭവിച്ചിട്ടില്ല എന്നത് കാണുമ്പോൾ അന്നത്തെ കാലത്തെ നിർമ്മാണ മികവാണ് എടുത്തു കാട്ടുന്നത്. കെട്ടിടത്തിൻ്റെ പിൻകാലത്ത് കൂട്ടിച്ചേർക്കപ്പെട്ടതായി കണക്കാക്കപ്പെടുന്ന പല ഭാഗങ്ങളും പാടെ തകർന്നു പോയതായി കാണാൻ സാധിക്കും. ഈ കാണുന്നതാണ് പടിപ്പുര.
പടിപ്പുരയ്ക്ക് നേരെ മുമ്പിലായുള്ളത് പത്തായപ്പുര ആണ്. ഇതിനെയും പടിപ്പുര എന്ന് വിളിക്കുന്നവരും ഉണ്ട്. പൗരാണിക വാസ്തുകല വിളിച്ചോതുന്ന ഒരു നിർമ്മിതി തന്നെയാണ് ഈ പത്തായപ്പുര. കുറച്ചെങ്കിലും കേടുപാടുകൾ സംഭവിക്കാതെ തലയുയർത്തി നിൽക്കുന്നത് ഈ പത്തായപ്പുര തന്നെയാണ്. ആധുനിക കാലത്തിലെ ഗസ്റ്റ് ഹൗസാണ് ഈ പൗരാണിക കാലത്തെ പത്തായപ്പുര എന്ന് വിളിക്കപ്പെടുന്നത്. ഈ പത്തായപ്പുരയിലാണ് പണ്ടുകാലത്ത് ധാന്യങ്ങളും മറ്റു ഭക്ഷ്യയോഗ്യ വസ്തുക്കളും ശേഖരിച്ചു വച്ചിരുന്നത്. അതുകൊണ്ടാണ് ഇതിന് പത്തായപ്പുര എന്നൊരു വിളിപ്പേര് കൂടി ഉള്ളത്. പത്തായപ്പുരയുടെ മുൻവശത്തെ വാതിലിന് അത്യാവശ്യം നല്ല കൊത്തുപണികളൊക്കെ കൊടുത്തിട്ടുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെ വാസ്തുകലാരംഗത്തും ശില്പകലാരംഗത്തും അക്കാലത്തെ മനുഷ്യർ ഇത്തരം കലകളിലെല്ലാം പ്രാഗൽഭ്യം നേടിയവരായിരുന്നു എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. നമുക്ക് ഈ പത്തായപ്പുരയുടെ മുകളിലേക്ക് ഒന്ന് കയറി നോക്കാം. കാലപ്പഴക്കം കൊണ്ട് ബലക്ഷയം വന്നിരിക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് വളരെ ശ്രദ്ധിച്ചു വേണം മുകളിലേക്ക് കയറാൻ. വളരെ പഴക്കം ചെന്നതും വിലപിടിപ്പുള്ളതുമായ മരങ്ങൾ കൊണ്ടാണ് ഈ കോണിപ്പടികൾ നിർമ്മിച്ചിട്ടുള്ളത്. പടികളിലെ സൈഡിൽ കൊടുത്ത കൈവരിയുടെ ഡിസൈനും വളരെ ശ്രദ്ധേയമാണ്. ചവിട്ടുപടികളൊക്കെ നന്നായി ഇളകുന്നുണ്ട്. വളരെ ശ്രദ്ധിച്ചാണ് മുകളിലേക്ക് കയറിയത്. പേരിന് പരപ്പനാടിൻ്റെ രാജാവ് സ്ഥാനമൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിലും പരപ്പനാട് രാജവംശം പെട്ടെന്ന് വേരറ്റുപോയ ഒന്നാണ്. മലബാർ പിടിച്ചടക്കാനുള്ള മൈസൂർ ഭരണാധികാരികളുടെ വരവാണ് ഇതിന് പ്രധാന കാരണമായത്. മൈസൂർ പടയോട്ടക്കാലത്ത് നെടുവയിലുണ്ടായിരുന്ന വലിയ പുതിയ കോവിലകത്തെയും വള്ളിക്കുന്നിലെ തട്ടാതിരി കോവിലകത്തെയും വടക്കൻ പരപ്പനാട്ടിലെയും പലരും തിരുവിതാംകൂറിലേക്ക് ചേക്കേറി. രാഷ്ട്രീയ അഭയം പ്രാപിച്ചുവെന്ന് വേണമെങ്കിൽ പറയാം. ചങ്ങനാശ്ശേരിയിലെ നീരായി കോവിലകത്തായിരുന്നു അന്നത്തെ തിരുവിതാംകൂർ രാജാവ് കാർത്തിക തിരുനാൾ രാമവർമ്മ പരപ്പനാട്ടുകാർക്ക് അഭയം നൽകിയത്. തിരുവിതാംകൂർ രാജവംശത്തിൽ അംഗസംഖ്യ കുറവായതിനാൽ പരപ്പനാട്ടിൽ നിന്നെത്തിയ ക്ഷത്രിയ വംശജരെ തിരുവിതാംകൂർക്കാർ വിവാഹം കഴിക്കാൻ തുടങ്ങി. പരപ്പനാട്ടിൽ നിന്ന് വന്നവരുടെ കൂട്ടത്തിൽ ഒരു ഗർഭിണിയും ഉണ്ടായിരുന്നു. അവർ പ്രസവിച്ച കുഞ്ഞാണ് രാജരാജവർമ്മ. ഈ രാജരാജവർമ്മയെ തിരുവിതാംകൂറിലെ ലക്ഷ്മിബായി തമ്പുരാട്ടിയാണ് വിവാഹം കഴിച്ചത്. അവരുടെ മകനായ തിരുവിതാംകൂർ രാജാവായ സ്വാതി തിരുനാൾ ചങ്ങനാശ്ശേരിയിലെ ലക്ഷ്മിപുരം കൊട്ടാരം ലക്ഷ്മിബായിയാണ് പണി കഴിപ്പിച്ചത്. രാജരാജവർമ്മയടക്കം പരപ്പനാട്ടിൽ നിന്നെത്തിയ ഒരു സംഘം ലക്ഷ്മിപുരം കൊട്ടാരത്തിലേക്ക് താമസം മാറി. പിന്നീട് ലക്ഷ്മിപുരം കൊട്ടാരത്തിലെ ഒരു ശാഖ ഹരിപ്പാട് കൊട്ടാരത്തിലേക്കും താമസം മാറി. മറ്റുള്ളവർ ലക്ഷ്മിപുരത്ത് തന്നെ തുടരുകയും ചെയ്തു. അങ്ങനെ തുടരുന്നവരുടെ ശാഖയിലാണ് കേരള കാളിദാസൻ എന്നറിയപ്പെട്ട കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനും കേരള വാണിനി എന്നറിയപ്പെട്ട ഏക രാജവർമ്മയൊക്കെ ജനിച്ചത്. വള്ളിക്കുന്നിലെ തട്ടായി കോവിലകത്തുള്ളവർ ഭൂരിഭാഗവും കിളിമാനൂർ കൊട്ടാരത്തിലായിരുന്നു സ്ഥാനമുറപ്പിച്ചത്. ആ ശാഖയിൽപ്പെട്ട ആളാണ് ചിത്രകാരനായ രാജാ രവിവർമ്മ. വേലുത്തമ്പി ദളവയും തട്ടാതിരി കോവിലക ശാഖയുമായി ബന്ധമുണ്ട്. കണ്ണൂരിലെ കോട്ടയം രാജവംശത്തിലേക്ക് ദത്തുപോയ ശാഖയിൽപ്പെട്ട ആളാണ് പഴശ്ശിരാജ.
അങ്ങനെ നോക്കുമ്പോൾ പരപ്പനാട് രാജവംശത്തിന് കേരള ചരിത്രത്തിലുമായി അഭേദ്യമായ ബന്ധമുണ്ട്. ശ്രീരംഗപട്ടണ ഉടമ്പടിയുടെ ഭാഗമായാണ് പരപ്പനാട് ബ്രിട്ടീഷുകാരുടെ കീഴിലേക്ക് വരുന്നത്. ടിപ്പുവിൽ നിന്ന് തങ്ങളിലേക്ക് എത്തിയ നാട്ടുരാജ്യങ്ങളുടെ കൈകാര്യം സംബന്ധിച്ച് തീർപ്പുണ്ടാക്കാൻ കമ്മീഷണർമാരെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഗവർണർ ജനറലായി നിയമിച്ചിരുന്നു. ടിപ്പു സുൽത്താനും ബ്രിട്ടീഷ് ഭരണാധികാരികളും സാമൂതിരിയും ചേർന്നെടുത്ത തീരുമാനപ്രകാരം 1792 ഓഗസ്റ്റ് 11 കമ്മീഷണർമാർ പരപ്പനാട് രാജ്യം വീരവർമ്മ രാജയ്ക്ക് ചാർത്തിക്കൊടുത്തു. 14,000 രൂപ മൊത്ത പാട്ടത്തിനാണ് രാജ്യം ചാർത്തിക്കൊടുത്തത്. മൈസൂർ ഭരണാധികാരികളുടെ പടയോട്ടക്കാലത്ത് നിർബന്ധിത മതപരിവർത്തനം ചെയ്യപ്പെടാതിരുന്നത് ഈ വീരവർമ്മ രാജ മാത്രമായിരുന്നു എന്നാണ് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മലബാർ മാനുവലിൽ വില്യം ലേഖൻ ഇത് കൃത്യമായി രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. പിന്നീട് മറ്റു നാട്ടുരാജ്യങ്ങൾക്ക് സംഭവിച്ചതുപോലെ കാലക്രമത്തിൽ ഇല്ലാതാവുകയായിരുന്നു. പത്തായപ്പുരയുടെ മുകളിൽ നിന്ന് ഇറങ്ങി താഴേക്ക് ചെന്ന് ഈ പത്തായപ്പുരയുടെ ബേക്ക് വശത്തു കൂടി ഉള്ളിലേക്ക് പ്രവേശിക്കാനായിരുന്നു ഉദ്ദേശം. പുറകുവശത്തെ വാതിലുകളെല്ലാം പാടെ തകർന്നിട്ടുണ്ട്. വളരെ ഭയത്തോടെയാണ് ഉള്ളിലേക്ക് പ്രവേശിച്ചത്. നിറയെ വവ്വാലുകളാണ് ഇവിടം. വല്ല ഇഴജന്തുക്കളും ഉണ്ടാകുമോ എന്നായിരുന്നു ആദ്യത്തെ ഭയം. ഉള്ളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ വളരെ ദുർഗന്ധമാണ് ആദ്യം അനുഭവപ്പെട്ടത്. വവ്വാലുകളുടെ കാഷ്ടത്തിൻ്റെ അസഹ്യമായ ദുർഗന്ധം അവിടെയെല്ലാം പരന്നിരുന്നു. ഒരുപാട് പുരാതന രേഖകൾ അവിടെയെല്ലാം ചിന്നിച്ചിതറി കിടക്കുന്നു. ഒരു ദിവാൻ കോട്ടാണ് ഈ കാണുന്നത്. ചിതലരിച്ച് ആകെ നശിച്ചു പോയിട്ടുണ്ട്. അടിത്തറയെല്ലാം ആകെ ഇളകി മൺപുറ്റുകൾ പൊന്തിത്തുടങ്ങിയിട്ടുണ്ട്. ചെറുതാണെങ്കിലും വളരെ ദൃഢമായ ജനലൈകളും കാലമിത്ര കഴിഞ്ഞിട്ടും ഒരു കേടുപാടുകളും സംഭവിക്കാത്ത വാതിൽക്കട്ടിലുകളും നിറയെ അറകളുള്ള ഒരു മേശയും അവിടെ കാണാൻ കഴിഞ്ഞു. രേഖകളും പുരാതന ബുക്കുകളുമെല്ലാം അടുക്കി വച്ചിരുന്ന ഒരു സെൽഫാണ് ഇതെന്ന് തോന്നുന്നു. പൂർണ്ണമായും ചിതലരിച്ച് രേഖകളെല്ലാം നിലത്ത് വീണ് കിടക്കുന്നു. വവ്വാലുകളുടെയും നരിച്ചീറുകളുടെയും ഒരു വിഹാര കേന്ദ്രമാണ് ഇവിടം. നൂറ്റാണ്ടുകൾ പഴക്കം ചെന്നിട്ടും ഇപ്പോഴും മച്ചിൻ്റെ പല ഭാഗത്തും ഒരു പോറൽ പോലും ഏറ്റിട്ടില്ല. പുരാതന തച്ചുവാസ്തുകലയുടെ മികവാണ് എടുത്തുകാട്ടുന്നത്. കേരളത്തിലെ പുരാതന തനത് നിർമ്മാണ രീതി എടുത്തുകാട്ടുന്ന ഒന്നു തന്നെയാണ് ഈ കെട്ടിടങ്ങൾ രണ്ടും. കെട്ടിടത്തിൻ്റെ നിർമ്മാണ രീതിയിലും തച്ചുശാസ്ത്രകലയിലും ഒരു പടി മുന്നിൽ നിൽക്കുന്നത് ഈ പത്തായപ്പുര തന്നെയാണെന്ന് തോന്നിപ്പോകും ഇതിൻ്റെ നിർമ്മിതി കാണുമ്പോൾ. ചിതലുകൾക്ക് ഇതുവരെ ഇതിൻ്റെ മച്ചിലേക്ക് എത്തിപ്പെടാൻ കഴിയാത്തത് കൊണ്ടാവാം ഇപ്പോഴും ഒരു കുഴപ്പവുമില്ലാതെ ഇത് നിലനിൽക്കുന്നത്. ഈ പത്തായപ്പുരയുടെ ബേക്ക് ഭാഗമാണ് കോവിലകം വക സ്കൂളിനായി ദാനം ചെയ്തിട്ടുള്ളത്. പരപ്പനാട് കോവിലകം എന്നത് നിലവിൽ മേക്കോട്ട ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തായിരുന്നു. ഈ പ്രദേശം പരപ്പനാട് രാജ്യത്തിൻ്റെ ആയുധപ്പുഴയും പരിശീലന കേന്ദ്രവുമായി പ്രവർത്തിച്ചിരുന്നതായി രേഖകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള തുരങ്കങ്ങളും കിടങ്ങുകളും ഇതിന് പ്രധാന തെളിവുകളാണ്. ചരിത്രങ്ങളെക്കുറിച്ചും പുരാതന ശേഷിപ്പുകളെക്കുറിച്ചും അടുത്തറിയാനും ആഗ്രഹിക്കുന്നവർക്ക് ഒരിക്കലെങ്കിലും ഇവിടം സന്ദർശിക്കേണ്ടത് അനിവാര്യമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. മലബാറിൻ്റെ ചരിത്രമുറങ്ങുന്ന ഈ കെട്ടിടം ഇനി എത്ര നാൾ ഇവിടെ ഇങ്ങനെ തലയുയർത്തി നിൽക്കുമെന്നതിന് ഒരു ഉറപ്പും പറയാൻ കഴിയില്ല. ഇങ്ങോട്ടേക്ക് വരാൻ ഉദ്ദേശിക്കുന്നവർ നെടുവ ഗവൺമെൻറ് ഹൈസ്കൂളിന് തൊട്ടടുത്തുള്ള വഴി തിരഞ്ഞെടുത്താൽ ഈ ഒരു അത്താണി കൂടി കാണാൻ സാധിക്കും. ഈ കാണുന്നതാണ് അത്താണി. പണ്ടുകാലങ്ങളിൽ ഭാരം ചുമന്നു വരുന്നവർക്ക് അത് ഇറക്കി വെക്കാൻ ആകെ ഉണ്ടായിരുന്നത് വഴിയോരത്ത് പണിതു വെച്ച ഇത്തരം അത്താണികളാണ്. നാട്ടിലെ ജമ്മികൾ ആരെങ്കിലും ആവാം ഇത്തരം അത്താണികൾ പണിതിട്ടുണ്ടാവുക. 1125 എന്നും
രാമവർമ്മ എന്നും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1949 1950 ഇടയ്ക്കാണ് ഇത് പണിതിട്ടുള്ളത് എന്ന് വ്യക്തമാണ്. രാമവർമ്മ എന്നത് പരപ്പനാട് രാജവംശത്തിൽപ്പെട്ട ആരെങ്കിലും ആവാം. പരപ്പനാട് കോവിലകത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ തീരുകയാണ്. പുതിയ വിശേഷങ്ങളും കൗതുകമുണർത്തുന്ന കാഴ്ചകളുമായി മലബാർ സഫാരി വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതാണ്. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. You're watching Malabar Safari.